ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു വീക്കെൻഡ് വീഡിയോ ആണ്. അപ്പം നമ്മുടെ രാവിലത്തെ പ്രഭാതം നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമ്മുടെ കേരളീയരുടെ പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എൻ്റെ അനൂപേട്ടനാണെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുട്ട് ഭയങ്കര ജീവനാണ്. എനിക്കും പാച്ചുവിനും പുട്ട് അത്ര വലിയ കാര്യമല്ല. പക്ഷേ നല്ല നല്ല മീൻ കറിയോ അല്ലെങ്കിൽ ചെറുപയർ കറിയോ അങ്ങനെ കറികളുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. പഴം കൂട്ടി പുട്ട് കഴിക്കുന്നത് എനിക്കും പാച്ചുവിനും അത്ര വലിയ കാര്യമല്ല. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ട് പുട്ടുപൊടിയൊക്കെ കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തേങ്ങ ചിരകിയെടുത്ത് ആ ചിരട്ടയിൽ തന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എപ്പോഴും നമ്മൾ പുട്ടുകുറ്റിയിലല്ല ഉണ്ടാക്കാറ്. അപ്പം ഇങ്ങനെ വെറൈറ്റി പിടിക്കുമ്പോൾ നമുക്കും ഒരു നല്ല ടേസ്റ്റ് തോന്നും. കഴിക്കാനായിട്ടും ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ചിരട്ടപ്പുട്ട് കാണാനും നല്ല ഭംഗിയാണല്ലോ. നേരത്തെയൊക്കെ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് മിക്കപ്പോഴും ഞാൻ പുട്ടുണ്ടാക്കാറില്ല. എനിക്ക് നേരത്തെയൊക്കെ എപ്പം ചപ്പാത്തിയൊക്കെ ആയിരുന്നു ഇഷ്ടം. ഗോതമ്പിൻ്റെ ഐറ്റംസിനോട് പ്രത്യേക ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ മിക്കപ്പോഴും ചപ്പാത്തി ആയിരിക്കും ഉണ്ടാക്കുക. ചപ്പാത്തി, മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അനൂപേട്ടനാണെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ പണ്ട് എന്ത് ചെയ്യുമായിരുന്നോ, ഞാൻ എഴുന്നേൽക്കണേക്കാളും മുമ്പേ, അതുപോലെ പാച്ചുവിനും ഇഷ്ടമല്ല പുട്ട്. അപ്പം ഞാൻ എഴുന്നേൽക്കണേക്കാളും മുമ്പേ അനൂപേട്ടൻ പോയിട്ട് പുട്ടുണ്ടാക്കി വയ്ക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോഴത്തേ നമ്മുടെ പുട്ടൊക്കെ ദേ ഇവിടെ റെഡി ആവുന്നുണ്ട്. പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാ, നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമാണോ? പിന്നെ ഇപ്പോഴാണെങ്കിലോ വെറൈറ്റി പുട്ട്സും അവൈലബിൾ ആണല്ലോ. അപ്പം ഇനി നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാം. അപ്പം ഞാനൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിനകത്തോട്ട് നമ്മുടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് പിന്നെ നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടിയും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറുപയർ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചെറുപയറാണെങ്കിൽ നല്ല ഹെൽത്തിയുമാണല്ലോ. അപ്പം നല്ല വീക്കെൻഡായിട്ട് നല്ല രാവിലെ തന്നെ നല്ല അടിപൊളി ചിരട്ടപ്പുട്ടും നല്ല അടിപൊളി ചൂടോട് കൂടിയിട്ടുള്ള ആ ഒരു ചെറുപയർ കറിയും കൂടി ഒഴിച്ചിട്ട് കഴിക്കണം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. പിന്നെ നമ്മൾ നല്ല ആ ഒരു വീക്കെൻഡ് നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതേ നമ്മുടെ ചെറുപയർ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതേ നമ്മുടെ ചിരട്ടപ്പുട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഈ ചൂട് ആവി പറക്കുന്ന ഈ ചെറുപയർ കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാജാവിനെ പോലെ കഴിക്കണം എന്നാണല്ലോ പറയുന്നത്. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ആ ഒരു ഡേ മൊത്തമുള്ള എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഹെൽത്തിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരട്ടെ. എങ്ങനെയുണ്ട് ഈ നിശാഗന്ധി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്? നല്ല ഭംഗിയില്ലേ? പിന്നെ ടെറസിൽ കയറിയപ്പോൾ നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഇപ്പോഴായ പിന്നെ നല്ല കാറ്റാണല്ലോ നമ്മുടെ ബാംഗ്ലൂർ. രാത്രിയൊക്കെ ചെറിയ തണുപ്പും, അതുപോലെ ഇങ്ങനെ ഏത് സമയവും പകലാണെങ്കിലും രാത്രിയാണെങ്കിലൊക്കെ ഇങ്ങനെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ പാച്ചുക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് ടെസ്റ്റാണ്. അപ്പോൾ പാച്ചു അതിൻ്റെ തിരക്കിലാണ്. ഇടയ്ക്കൊക്കെ പോയിട്ട് ഞാൻ പാച്ചുവിനെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഗീ റൈസും അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. കാരണം അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ പാച്ചുവിന് വൈകുന്നേരം ആയപ്പോഴേക്കും പഠിക്കുകയാണല്ലോ. പഠിക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. ഞാൻ പഠിക്കുന്ന കാലത്തും അങ്ങനെയായിരുന്നു. എനിക്കും അനിയനൊക്കെ ഭയങ്കര വിശപ്പായിരിക്കും. പരീക്ഷാ സമയം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം.
അപ്പോൾ പാച്ചുവിന് വിശക്കണേ എന്ന് പറഞ്ഞപ്പോൾ അനൂപേട്ടൻ പുറത്ത് ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ കപ്പയും മീൻകറിയും കണ്ടപ്പോൾ അനൂപേട്ടൻ അത് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അനൂപേട്ടൻ കപ്പയും മീൻകറിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കട്ട്ലേറ്റും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇനി പാച്ചുവിന് കപ്പ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാച്ചുവിന് കപ്പ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം നല്ല കപ്പയും അതുപോലെ ഇത് ചൂരമീനാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ മീൻകറിയും കൂട്ടിയിട്ട് കഴിച്ചു, ചായയും കുടിച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.